കുക്കറിൽ ട്യൂബ് ഇട്ടിട്ട് വാറ്റുന്ന സാധനമാണ് അവർ വലിയ കാര്യമായിട്ട് പറയുന്നത്. ഫെനിയാണ് ഗൈസ്, ഫെനി. ചിയേഴ്സ്. ഗുഡ് മോർണിംഗ്. അപ്പം നമുക്കൊന്ന് ഗോവയിൽ നിന്ന് കറങ്ങിയിട്ട് വന്നാലോ? അതിന് മുന്നേ ആദ്യം പോയിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം അല്ലേ? ബട്ടർഫ്ലൈയുടെ ഫോട്ടോ എടുക്കുന്നു. തുറന്നില്ലേ? ജീവനുണ്ട്. ബാഗ എന്നാണ് കേട്ടോ ഞങ്ങളുടെ കോട്ടേജിൻ്റെ പേര്. ഓരോ കോട്ടേജിനും ഇവർ ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ഡേ ടൈമിലുള്ള റിസോർട്ടിൻ്റെ വ്യൂ ഞാൻ കാണിക്കാം. ഇതിപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ സെർവ് ചെയ്യുന്ന ഐറ്റംസ്. സോഫ്റ്റ് ആണോ? താങ്ക് യു. ഇതാണ് ഞാൻ എടുത്ത ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഇഡ്ഡലി എടുത്തു, പിന്നെ ചട്നി, പിന്നെ ഭട്ടൂര എടുത്തു, പിന്നെ ഒരു ബ്രെഡും ബട്ടറും. അത് പക്ഷെ ഞാൻ എടുത്തല്ല, ആലു എടുത്തത് എനിക്ക് വേണ്ട. അപ്പോൾ ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞു. വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അതെൻ്റെ സ്ഥിരം ഡയലോഗാണ് വീട്ടിൽ നിന്നൊക്കെ പറയുന്നത്. കളയണ്ടേ? ഞാൻ ബ്രെഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ. ഫ്രൂട്ട്സ് എത്തിയിട്ട് പപ്പായ ആൻഡ് വാട്ടർമെലൺ. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ചായ കുടിക്കാന് രാവിലെ തന്നെ ചായ കുടിച്ചു, പായസം കഴിച്ചു അല്ലേ? മധുരം. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി എനിക്ക് റൂമിൽ പോയിട്ട് ഫ്രഷായി റെഡി ആവണം. ഇവരൊക്കെ റെഡിയായി, അധികാരമൊക്കെ റെഡിയായി. അപ്പോൾ എനിക്കിനി റെഡി ആവണം. അതിന് ശേഷം നമുക്ക് കാണാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് വന്ന് റെഡിയായി കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. രതിശേഷനൊരു ടീഷർട്ട്, വൈറ്റ് ടീഷർട്ടും പിന്നെ ഒരു ബ്ലാക്ക് പാൻറ്റും. ഞാനിതൊക്കെ പാക്കിംഗ് വ്ളോഗ് ഉണ്ടല്ലോ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് ഒരു ജംപ് സ്യൂട്ടാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആ ജംപ് സ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണോ എന്തോന്നും എനിക്കറിയില്ല. അപ്പോൾ എന്താണെങ്കിലും രണ്ടും കൽപ്പിച്ച് ഞാനൊരു ജംപ് സ്യൂട്ട് ഇടാമെന്ന് വിചാരിച്ചു ഗൈസ്. ഇത് ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സാണ് കേട്ടോ. ഞാൻ ജംപ് സ്യൂട്ട് ഇങ്ങനെ യൂസ് ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഒരു ഷ്രഗ് കൂടെ ഞാൻ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ നന്നായി എന്ന് തോന്നുന്നു എനിക്ക്. ചിലപ്പോൾ ഞാൻ ഈ ഷ്രഗ്സ് ഇതിൻ്റെ മുകളിൽ യൂസ് ചെയ്യും കേട്ടോ. വല്ലാത്ത വെയിലാണ് ഇവിടുത്തെ. വെയിലിന് ഭയങ്കര ഒരു കുത്തുന്ന ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ ഷ്രഗ് യൂസ് ചെയ്യേ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങളെ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസിനൊക്കെ പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഒരാൾ ഫോട്ടോ എടുക്കുന്നു, ഒരാൾ വീഡിയോ. അപ്പം ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി ഫസ്റ്റ് ഡേ ഗോവൻ ട്രിപ്പാണ് കേട്ടോ. കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ സൗത്ത് ഗോവയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കുറച്ച് ടെമ്പിൾസ് ഉണ്ട്. ടെമ്പിൾ വിസിറ്റും പിന്നെ ക്രൂയിസ്, അതൊക്കെയാണ് പ്ലാൻ. ഏതൊക്കെ നടക്കുന്നുള്ള അറിയില്ല. പിന്നെ സൗത്ത് ഗോവയിലുള്ള ബീച്ചസ് ഏതെങ്കിലും 1-2 കവർ ചെയ്യണം. അത്രയൊക്കെ തന്നെ. ഇതിലല്ലേ പോണം.
ഇപ്പൊ ചാടാൻ പോകുന്നുണ്ട്. എന്താണ് ചൂടാ. അതിൽ ഏത് ട്രിപ്പിനാണ് എക്സൈറ്റഡ്? ബീച്ചസ് ആണോ ഇഷ്ടം, അതോ ടെമ്പിൾ വിസിറ്റ് ആണോ, ബീച്ച് അതോ ക്രൂയിസ് ആണോ? ക്രൂയിസിന് ബോട്ടാണോ ഷിപ്പാണോ? അതിലേതാണ് അപ്പൊ ഇഷ്ടം? ഷിപ്പിക്ക് പോയിട്ടില്ല, ബോട്ട് കാണാൻ. എനിക്ക് ബോട്ടിനെ അറിയാം. അപ്പൊ ബോട്ടിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബീച്ച് എനിക്ക് ഇഷ്ടം. എനിക്ക് ബീച്ചും ഇഷ്ടം, സ്വിമ്മിംഗ് പൂളും ഇഷ്ടം. ഓക്കേ. ബീച്ച് നമ്മൾ പോയിട്ടുള്ളതാണ്, പോണ്ടിച്ചേരിയിലൊക്കെ പോയിട്ടുള്ളപ്പോൾ. അപ്പോൾ ഇനി ഞാൻ എക്സൈറ്റഡ്, എനിക്ക് ക്രൂയിസിലൊന്ന് കയറണം. അതാണ് ഇപ്പോഴത്തെ. അത് അച്ചപ്പോ ഫോട്ടോ കാണിച്ചു കണ്ടോ, നന്നായിട്ടില്ലേ? ഒരു മിനി ഷിപ്പ് അല്ലേ? ഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല, എന്നാ ബോട്ടാണെന്ന് വെച്ചാൽ ബോട്ടാണത്. ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ കണ്ടോ? എനിക്കിത് കാണുമ്പോൾ പോണ്ടിച്ചേരിയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. കറക്റ്റ് യെല്ലോ വൈറ്റ് തീമിലൊക്കെ നല്ല ഭംഗിയുണ്ട് കണ്ടോ. നമ്മുടെ നാട്ടിലെ സെയിം പാടം പറമ്പൊക്കെ പോലെ. ഇതിപ്പോൾ നോർത്ത് ഗോവയാണ് കേട്ടോ. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും സൗത്ത് ഗോവയിലേക്ക്. അതേപോലെ തന്നെ റോഡ്സ് ഒക്കെ ഭയങ്കര നാരോ ആണ്, കേരളത്തിലെ പോലെ. നമ്മളിവിടുന്ന് നേരെ പോകുന്നത് ബസിലിക്ക ഓഫ് ബോം ജീസസിലേക്കാണ് കേട്ടോ. ഓൾഡ് ഗോവയിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതൊരു റോമൻ കാത്തലിക് ചർച്ചാണ് കേട്ടോ. ഇതിവിടുത്തെ ഒരു ഓൾഡ് ചർച്ചാണ് കേട്ടോ. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. പോർച്ചുഗീസ് ഇന്ത്യയുടെ ഫോർമൽ ക്യാപിറ്റൽ ആയിരുന്നു കേട്ടോ ഈ പ്ലേസ്. സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറിനെ അടക്കിയിട്ടുള്ളതും ഈ സെയിം ചർച്ചിലാണ് കേട്ടോ. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്നുള്ള പേരിൽ യുനെസ്കോയിലൊക്കെ ഈ ചർച്ചിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. 7 years ഓൾഡായി, പക്ഷെ ഇപ്പോഴും അവളെ എടുക്കണം അല്ലേ? ചർച്ചിന്റെ ഫ്രണ്ട് പോർഷൻ കേട്ടോ. ഇതാണ് ബസിലിക്കയുടെ ഇൻസൈഡ് വ്യൂ ആണ് കേട്ടോ. സെന്റ് ഫ്രാൻസിസ് സേവിയർ എന്നൊരു സെയിന്റ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ ബോഡി ഇവിടെയാണ് കേട്ടോ അടക്കം ചെയ്തിട്ടുള്ളത് ഓൾഡ് ചർച്ചിൽ. ഇൻസൈഡ് വ്യൂ ഭയങ്കര ഭംഗിയായിരുന്നു, പക്ഷേ ഫോട്ടോ വീഡിയോഗ്രാഫി എല്ലാം പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എടുക്കാൻ പറ്റിയില്ല. ഇത് ഓൾഡ് ബസിലിക്കയുടെ തന്നെ ഒരു പോർഷനാണ് കേട്ടോ. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് ഇതാണ് അവസ്ഥ. ഓക്കേ. എന്താണെങ്കിലും ഗോവൻ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ഇവിടുന്ന് ദൈവാനുഗ്രഹത്തോടു കൂടി തുടങ്ങാം അല്ലേ? നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ് കേട്ടോ, ഒരു സൂത്തിങ് ഫീൽ. ഈ ബസിലിക്ക ടോട്ടൽ 61 ഫീറ്റ് ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. 183 ഫീറ്റ് ലോങ് ആൻഡ് 55 ഫീറ്റ് വൈഡ്, അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഡയമെൻഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം ഇത് എത്ര ഹ്യൂജ് ആയിട്ടുള്ളൊരു ബസിലിക്കയാണെന്നുള്ളത്. 1594 കേട്ടോ ഈ ബസിലിക്കയുടെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യുന്നത്. 1605 ആയപ്പോഴത്തേക്കും ബസിലിക്ക കംപ്ലീറ്റ് ആയി. അപ്പം ഓൾഡ് ബസിലിക്ക നമ്മൾ കവർ ചെയ്തു കേട്ടോ കംപ്ലീറ്റ്. അപ്പം ഇനി നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ന്യൂ ബസിലിക്ക. ഇനി അതുകൂടെ കവർ ചെയ്യണം. ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഒരു റോഡിന് തന്നെ 2 സൈഡിലായിട്ടാണ് കേട്ടോ. ഈ ബസിലിക്കയുടെ പേര് ബോം ജീസസ് എന്നാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത് ഗുഡ് ജീസസ് അല്ലെങ്കിൽ ഇൻഫാൻറ്റ് ജീസസ് എന്നാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് കേട്ടോ സി കത്തീഡ്രൽ.
ഞങ്ങളെ ഗൈഡ് പറഞ്ഞതനുസരിച്ച് ഇത് ന്യൂ കത്തീഡ്രലും ഇതിന് മുന്നേ വിസിറ്റ് ചെയ്തത് ഓൾഡ് ബസലിക്കയാണെന്നാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല. ഞാനിതിപ്പോൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് കാണുന്നത് ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 ചർച്ചസ് ആണ് കേട്ടോ. ഫുൾ നെയിം വരുന്നത് കത്തീഡ്രൽ ഓഫ് സെൻറ്റ് കാതറിൻ എന്നാണ് കേട്ടോ. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ചർച്ചസ് ഇൻ ഏഷ്യ വിച്ച് ഈസ് ഡെഡിക്കേറ്റഡ് ടു സെൻറ്റ് കാതറിൻ ഓഫ് അലക്സാൻഡ്രിയ. 15th സെഞ്ച്വറിയിൽ പോർച്ചുഗീസുകാർ ഗോവ കോൺക്വർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ നന്ദി സൂചകമായിട്ടും പിന്നെ അവരുടെ ആഹ്ലാദം അറിയിക്കാൻ വേണ്ടിയും അവർ പണി കഴിപ്പിച്ചതാണ് കേട്ടോ ഈ ബസലിക്ക. ഇവിടുത്തെ ഗോൾഡൻ ബെൽ ഭയങ്കര ഫേമസ് ആണ്. പോർച്ചുഗീസ് ഗോത്തിക് ശൈലിയിലാണ് കേട്ടോ ഈ കത്തീഡ്രൽ നിർമ്മിച്ചിരിക്കുന്നത്. ഓൾഡ് ഗോവയിലെ ഈ പൈതൃക സ്മാരകങ്ങളെല്ലാം ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലാണ് കേട്ടോ. ഈ കത്തീഡ്രലിൻ്റെ ഒരു പോർഷൻ ഇപ്പം പുരാവസ്തു മ്യൂസിയമാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. യുദ്ധാണോ? ഗോവ വിസിറ്റ് ചെയ്യുന്നവർ ഈ പ്ലേസ് മിസ്സാവാതെ നോക്കണം കേട്ടോ. കാരണം ഇത് വേർത്താണ്. നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ അവിടെ അലൗഡ് അല്ല. അതുകൊണ്ട് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഒരു ടെമ്പിളിലേക്കാണ് കേട്ടോ. ബാലാജി ടെമ്പിളാണ്. കുട്ട കാല് കഴുകുന്നു. ഇതാണ് ടെമ്പിൾ. ഉള്ളിൽ ഫോട്ടോസ് അലൗഡ് ആണോ എന്നറിയില്ല. ഭയങ്കര ചൂടാണ് കേട്ടോ ഗോവ. കാലൊക്കെ പൊള്ളുന്നു. ഇതാണ് നമ്മുടെ ടെമ്പിൾ. അധികമൊന്നുമില്ല. ബാലാജി ടെമ്പിൾ. ചൂടുണ്ടല്ലേ? ബാലാജി ടെമ്പിളിലെ പ്രസാദമാണ്. ഫേവറേറ്റ് അനുവിൻ്റെ. തീർത്ഥം തീർത്ഥാണേ. തീർത്ഥം എന്നാൽ ഞാൻ അവൾക്ക് കൊടുക്കാം. എടുത്ത കയ്യിൽ വാങ്ങരുത്. ഇത് അമ്മ തരാം. തലയിൽ അധികം തൊട്ടോ. അമ്മ തൊട്ടിരുന്നോ? അനുവാ അനുകുട്ട അവിടെ. വേറൊരു ടെമ്പിളാണ് തൊട്ട് തന്നെ. ഇത് പ്രതിഷ്ഠ നോക്കിയിട്ട് ഇവിടെ മഹാഗണപതിയാണ് കേട്ടോ. ഇത് ദേവി പത്മാവതി. നമ്മളിപ്പോൾ കണ്ടില്ലേ വെങ്കിടാചലപതി? ഇപ്പം കണ്ടില്ലേ ബാലാജി? കണ്ടില്ലേ ബാലാജിയുടെ വൈഫ്, ബാലാജിയുടെ ഭാര്യയാണ് ദേവി പത്മാവതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കിളിക്കൂട് കണ്ടോ? അത് ശ്രീ ശങ്കരാചാര്യരുടെ പ്രതിമ കണ്ടോ മേലെ? ശ്രീ ശങ്കരാചാര്യരെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കും. മൂകാംബിക ദേവി.
അല്ല ചേച്ചിയല്ല പറഞ്ഞോള് അമ്പലത്തിൽ ഓള് ഡോഡ് തൊള്ള കൊലേ സ്വർണ്ണുണ്ടാവും. അത് പത്മനാഭസ്വാമി ക്ഷേത്രം. ഞാൻ വേണമെങ്കിൽ വരാം. ഭഗവതി തപസ്സിലേക്ക് വരവ് ചോദിച്ചിട്ടേ എൻ്റെ ഒപ്പം വരുമോ ചോദിച്ചത്രേ. പറഞ്ഞു നോക്കാം വരാമെന്ന് പറഞ്ഞു. ഒരു കണ്ടീഷൻ വെച്ചു, കുഞ്ഞിക്ക് തിരിഞ്ഞു നോക്കരുത്. ഭഗവതി വരുന്നുണ്ടോന്ന് നോക്കരുതെന്ന്. അതിന്റെ അർത്ഥം വിശ്വാസം ഇല്ലാന്നല്ലേ. ഭഗവതി വരാന്ന് പറഞ്ഞാ കൂടെ വരും. കുറേ ദൂരം അങ്ങനെ വന്നു പല ഇതൊക്കെ കാണിച്ചിട്ടോ. ഇങ്ങനെ തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ കുഞ്ഞിന് ഏകദേശം നമ്മൾ കേരളത്തറയല്ലേ അപ്പോഴും ഇത് കുറേ പാദസ്നേഹത്തിൻ്റെ ഇതൊക്കെ മാറ്റി അങ്ങനെ കുറേ സൗണ്ടുകളൊന്നും ഇല്ലാണ്ട് കുറേ പരീക്ഷിക്കണം. കുറേ നേരം ഒരു സൗണ്ട് വരാതൊക്കെ അത് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഇപ്പം വാക്ക് തെറ്റിച്ചു. ഇനി ഞാൻ അങ്ങോട്ട് വലിയ പടത്തിൽ നിൽക്കുന്നുണ്ട്. മൂകാംബിക അവിടെ ഇരുന്നു. आइए आइए 100 रुपया में निकालिए इधर आइए. ബാലാജി ടെമ്പിളിൽ നിന്ന് ഞങ്ങൾ നേരെ മങ്കേഷ് ദേവസ്ഥാനം ഇവിടെ തൊട്ടടുത്തുള്ളതാണ്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയുള്ള പ്ലാനിലായിരുന്നു. ആ പോകുന്ന റൂട്ടാണിത് കേട്ടോ. പക്ഷേ ഈ സ്ട്രീറ്റിലൂടെ പോകുമ്പം എനിക്ക് തോന്നിയ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്താൽ മതിയായിരുന്നു. ഡ്രസ്സും ബാഗ്സും എല്ലാം ഭയങ്കര ചീപ്പാണ് കേട്ടോ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഗോവയിൽ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓൺലൈനായിട്ടോ ഷോപ്പിലൊന്നും പോയി പർച്ചേസ് ചെയ്യാതെ നിങ്ങൾ അവിടെ എത്തിയതിന് ശേഷം വാങ്ങിക്കുന്നതായിരിക്കും കുറേ കൂടെ അഫോർഡബിൾ. എനിക്ക് ഭയങ്കര റിഗ്രറ്റായിട്ട് ഫീൽ ചെയ്തു. കാരണം ഞങ്ങൾ കുറേ ക്യാഷ് ഇതിന് ഷോപ്പിങ്ങിന് വേണ്ടി ചിലവാക്കിയല്ലോ. അപ്പം അത്ര ഇവിടെ ആണെങ്കിൽ അതിൻ്റെ പകുതി പോലും ആവില്ലായിരുന്നു. ഞങ്ങൾക്കതിനെ അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഹാൻഡ് ബാഗ്സൊക്കെ ഭയങ്കര ചീപ്പാണ്. വെറും 100-200 രൂപ അങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ടിങ്. സ്പൈസസിൻ്റെ ഷോപ്പാണ്. मार्केट 200 रुपया होलसेल. ഇതാണ് നെക്സ്റ്റ് ടെമ്പിൾ. ശ്രീ മങ്കേഷ് ദേവസ്ഥാൻ മീൻസ് ടെമ്പിൾ എന്നാണ് കേട്ടോ അർത്ഥം. കന്നഡയിലൊക്കെ ദേവസ്ഥാൻ എന്നാണ് പറയുന്നത് ടെമ്പിളിന്. ഇതാണ്. ഭയങ്കര ചൂടാണ്. കാലൊക്കെ പൊള്ളുന്നു. കുഞ്ഞു മക്കളെയും കൊണ്ടൊന്ന് ഉച്ച സമയത്ത് ടെമ്പിൾ വിസിറ്റിന് ഇറങ്ങരുത് കേട്ടോ. ഗോവ ഭയങ്കര ചൂട്. കാലൊക്കെ നല്ല പൊള്ളല്. गुड लक चांस से ഗുഡ് ലക്കിനുള്ളതാണ് ക്രിസ്ത്യൻസ്. വീട്ടിലൊക്കെ വെക്കാൻ നെക്ലേസ് ഒക്കെ ഉണ്ട്. അതൊക്കെ സ്റ്റോൺ വീട്ടിലൊക്കെ വെക്കാം.
അമ്പലങ്ങളിലെല്ലാം തൊഴുതതിന് ശേഷം ഞങ്ങൾ പോയതൊരു ഫാമിലേക്കാണ് കേട്ടോ. 1500 only entry or including? No, including welcome drinks, spice tour and lunch. Lunch, everything. Okay. Phone pay? Phone pay names. ഫിഷ് ഉണ്ടല്ലേ? കല്ലിടുന്ന പ്ലേസിലേക്ക് മീൻ ഓടി വരുന്നു. അടുത്തിട അനു, അനു തൊട്ടടുത്തിടുന്ന ഫിഷ് ഇങ്ങോട്ട് വരും. ഇട്ടോ ഇട്ടോ ഇട്ടോ. വരുന്നുണ്ടോ? ആ വരുന്നുണ്ടല്ലേ. ഓടി വരുന്നു. ഞാനോ ഇവിടെ നോക്കാൻ കേട്ടോ. നല്ല കേട്ടോ. ഞാനൊരു ഫോട്ടോ എടുത്തു. അല്ലേ? നമ്മളിവിടെ ഇരിക്കാൻ പോവാണേ. വെൽക്കം ഡ്രിങ്ക്സ് ഇവിടെ കിട്ടുന്ന പറഞ്ഞു. സ്പേസസ് ഗാർഡൻ, ട്രോപ്പിക്കൽ സ്പേസസ് ഗാർഡൻ. ഒരാൾക്ക് എൻട്രി ഫീസ് 500 രൂപ. അതിൽ വന്നത് എൻട്രി, വെൽക്കം ഡ്രിങ്ക്, അൺലിമിറ്റഡ് ഫുഡ്, പിന്നെ ഒരു ഗൈഡ് ഉണ്ടാവുന്ന പറഞ്ഞാൽ അറിയില്ല. ആ അപ്പം അണ്ണൻ വെൽക്കം ഡ്രിങ്ക് എത്താൻ വേണ്ടി പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ല മീൻ വറക്കുന്ന മണം വരുന്നുണ്ട്. അദ്ദേഹം അത് കേട്ട് സഹിക്കാൻ വയ്ക്കുന്നില്ല. അച്ഛനാ സഹിക്കാൻ വയ്യ. അനുവിന് സഹിക്കാൻ വയ്യ. ഫിഷ് ഫ്രൈ ചെയ്യുന്ന മണം, മീൻ വറുക്കുന്ന മണം അല്ലേ അനു? പിന്നെ ഞങ്ങള് ബ്രിഡ്ജ് ക്ലോസ് ചെയ്ത് വന്നു ഗൈസ്. അത് ബ്രിഡ്ജ് ക്ലോസ് ചെയ്ത് വന്നു. കല്ല് വെച്ച് എരിഞ്ഞ മത്തി മീന് വന്നിട്ടു. അത് മത്തിയല്ല, അത് മത്തിയല്ല, അത് കുഞ്ഞു പരൽ മീനല്ലേ. അത് പരൽ കുഞ്ഞു മീൻ കേട്ടോ. ഇവിടെ ആൾക്കാരെ വെൽക്കം ചെയ്യുന്ന കണ്ടോ. सर्दी खांसी माइग्रेन के लिए अच्छा होता है. What is this? Herbal tea. हर्बल टी. Herbal, okay. माइग्रेन प्रॉब्लम, ट्रैवल सिकनेस, कफ एंड कोल्ड. Okay. Are you comfortable Hindi, English? English. Okay. Washroom free over there, corner to washroom. So after tea, last check has work with my self service. So you can take first lunch. After lunch you can come here. That will be good for tour. Very nice. हाँ, I will show you. വെൽക്കം ഡ്രിങ്ക് ആണ് ഗൈസ്. നല്ല ഗുഡ് മണം, ഗുഡ് ഫോർ ഹെൽത്ത്, മൈഗ്രെയിൻ എന്നൊക്കെ പറഞ്ഞാൽ അവർ കുറേ വെച്ച് കീച്ചി. നല്ലതാണോ നോക്കട്ടെ. ഇവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, മക്കൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. കഴിച്ച് നോക്കട്ടെ. സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തൊരു ടീ ആയിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ അവർ ഫാം വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന ലഞ്ച്. എല്ലാം ഗോവയിൽ തന്നെ നാടൻ ഭക്ഷണങ്ങളാണ്. ഇതൊക്കെ ഫുഡിനുള്ള ക്യൂ ആണ്.
കഴിക്കാൻ തുടങ്ങുകയാണ്. ഗോവയിലെ ഒതന്റിക് ഫുഡാണ് കേട്ടോ. കഴിച്ചു നോക്കട്ടെ. സോൾ ഖാഡി ഗോവൻ ഒതന്റിക് ഡ്രിങ്ക് ആണ് കേട്ടോ. പിന്നെ ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും ഒക്കെ ഉണ്ട്. ഇഷ്ടമായോ? എന്താ ഇവിടെ സ്പൈസസ് ഗാർഡൻ ആണുള്ളത്. അപ്പോൾ ഇനി ഒരു ½ സ്പൈസസ് ഗാർഡനിലേക്ക് ഉള്ള ടൂറാണ്. അതിന് സ്പൈസസും കാര്യങ്ങളും പിന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം സ്പൈസസൊക്കെ. അപ്പോൾ അതിനുള്ള വെയിറ്റിംഗ് ആണ്. ഒരു 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ വിളിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. ഞങ്ങൾ അതിനുള്ള വെയിറ്റിംഗ്. നോക്കൂ അധിക നോക്കൂ, അനുപ്പിട്ട് നോക്കൂ. എന്താ ഫീൽ ചെയ്യുന്നത്? ശരിക്കും ഒരു നമ്മൾ നാട്ടിൽ പോയ പോലത്തെ തോന്നുന്നുണ്ടല്ലേ? ഏലംകുളത്തെ വീട് നമ്മളിങ്ങനെ പോയി ഇവിടെ വീടുണ്ടാവും. ഇവിടെ വീട് ഇതാണ് ഞങ്ങളുടെ ഗ്യാങ്. കടക്ക് ഫ്രണ്ടിൽ പോകുന്ന ഈ ലേഡിയാണ് ഞങ്ങളെ ഗൈഡ് കേട്ടോ. Plantation is covered by 80 acres. For the demo, I will show you just half acre jungle. So, have you heard about the Feni, which is Goan famous alcohol made from the cashew fruit? And that Feni, we have to process, like we have to collect 20 to 30 quantity of the fruits. We have to squeeze it by legs by wearing the gumboots. And that juice we have to keep it for fermentation in one barrel 6 to 7 days. After fermentation, we have to boil that juice in this copper vessel, seal it here and put down the fire. So the vapor will continuously pass from this pipe. First distilled which you get, that is called hurak. That hurak you will get in the season only, that contains 9 to 10% of alcohol. So to get Feni, this process we need to repeat again. We have to take 50% fermentation juice, 50% hurak. So that Feni contains 40 to 45% of alcohol. As a medicine, you can take like 1 tablespoon, which is good for blood circulation, stomach pain, if you have fever, cold like that. One is normal. The masala Feni will taste like a masala only, but the percentage will be 40 to 45. Black pepper is the creeper. So we will get the 4 types of pepper from the same creeper. First it comes in green color, it will turn into red. If you want the white, you can take the red. You have to boil it, the skin will come, you will get the white pepper. That one you can use for eyesight problem. 1 glass of warm milk, put pinch of powder of white pepper and drink in the morning time. Okay. While making any, if you don't like to prepare some spicy food also, you can use the white pepper. And the black one you can use for gastric, acidity. You can take hot water, put pinch of powder of black pepper and drink in the morning time on. അവരിപ്പോൾ ഫെനീനെ കുറിച്ചൊക്കെ കുക്കറിൽ തൂക്കിട്ടിട്ട് കുക്കറിൽ ട്യൂബ് ഇട്ടിട്ട് വാറ്റുന്ന സാധനമാണ് അവർ വലിയ കാര്യമായിട്ട് പറയുന്നതെന്ന് പറയുന്നത്. അവർ ഫെനീനെ കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. This is the tree of allspice. So you can just take the smell of this leaves
I have also very strong smell. 5 spices, also known as Jamaican pepper. Actually, you will get the first berry after 15 years. Looks like a black pepper only, and the mouth will get red in color. So here you can see some orange, green in color. That is the betel nut. In puja also people are using. In India, it is also known as leek. അപ്പോൾ കമുകിനെ പറ്റിയിട്ടും കുരുമുളക് പിന്നെ നമ്മുടെ നാടൻ വാട്ട് ഇതിനൊക്കെ പറ്റിയിട്ടാണ് ആ ചേച്ചി പറഞ്ഞു തരുന്നത്. കണ്ടോ, മുമ്പിലുള്ള കുറേ ചേച്ചിമാർക്ക് ഇത് കേട്ട് ഭയങ്കര അത്ഭുതം. അയ്യോ, ഇത് പിന്നെ അത്ഭുതത്തോടെ പറയുന്നു, ഒരു കവുങ്ങിൻ്റെ മുകളിൽ നിന്ന് വേറെ കവുങ്ങിൻ്റെ മുകളിലേക്ക് ഈ പറിക്കാൻ പോകുന്ന ആൾ ചാടിയിട്ട് കയറുന്നു. എനിക്കൊക്കെ അത് കേട്ടപ്പോൾ അത്ഭുതമായി. ഞാൻ ഇതൊന്നും പ്രതീക്ഷിക്കാനേ പറ്റില്ലല്ലോ. You have to dry and can just use it like a green coffee, which is good for the weight loss. If you want the brown, you have to roast that beans only. After roasting, the color will change and you will get the smell and the taste of the coffee, and you can prepare the filter coffee also. This coffee powder, you know, you cannot directly put in the milk and you cannot prepare it directly. You need to boil it first in the water, then you have to put little milk, at least for 2-3 minutes. And this coffee is very strong. Arabica. Like this is, you know, tamarind. Same like that the taste. You have What's it to called exactly? Actually, it is insulin only. Insulin planting. It's the name of it. Yeah. They make insulin from this? No, that is separate. But the one you are taking medicine with your doctor advice, that one you have to continue. And this leaf also you have to eat in the morning time on the empty stomach. We are selling only this one plant on our counter. You can carry in the flight also, there is no problem. There is small plant you can put in the big like a pot or on the ground. ഇൻസുലിൻ പ്ലാന്റിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. അത് നമുക്കറിയാവുന്നല്ലേ. താങ്ക് യു. For boost immunity, for support like heart and liver. ഞങ്ങളിത് മുളക് ചെമ്പരത്തി എന്ന് പറയും. Doing for your strength also. You need to take the pet for your scalps if you have white or dandruff. ചെമ്പരത്തി താളി ഗൈസ്. The government had you welcome drink later on. This lemongrass oil you can use for face. 1 drop of lemongrass oil mixed with the almond oil, 10 drops. Cannot apply this oil on your face if you have dark circles, open pores, acne, pimples. In your room or in the bathroom, take 1 bottle of water, add 2-3 drops of lemongrass oil and spray into the corner. Color also, but you need to use the blue color. You have to take the petals, dry it, and you can put in the hot water. This tea is good for weight loss, stress level, anxiety, and antioxidant. And if you want to see the color change of this tea, you can squeeze the lemon from blue to purple. You will get the color. Actually, right now it's very dry because after 6 months we have to take it from the roots. Both this plant we have to clean and wash it and boil it into the hot water, and then you need to make the powder. So this turmeric also is antiseptic. You can use. And this is cinnamon paste. 12 years. And once you take it, it will not come back. You will get the new branches from this side. Cinnamon oil you can use for muscle pain, joint pain, spondylitis, arthritis. Cannot apply it directly. You need to take 3 drops cinnamon oil and mix with the coconut oil. You can take any essential oil. Cannot apply directly. It is very strong. So from top to down, you have to just apply it slowly. Okay. And another oil we have that is called henna oil. That oil you can apply directly because there are 5 different of oils are there. Cinnamon, clove, nilgiri, lemongrass, coconut. Without mixing any other oil, just apply and leave it. So you will get some relief on your body. Campaign. Yes, support action. Fruits are there. Looks like a lemon. Actually, right now it's very small. It will come like a lemon, bigger size, yellow in color. Here, madam, it's a long. Oh yeah, I see it. There, right there. So this One one, little one. the yellow. Yes. Mace and the nutmeg, both the spices you will get inside this fruit, and the mace is used by outer portion of the thing is mace and inside is nutmeg. On the top of the shell looks like a flower, that is mace, red in color, used by police as a tear gas, mace spray gas and pepper gas.
and we are using like a garam masala. Nutmeg we are giving for small children to get the sleep. You cannot use it in more quantity, so you have to use in the pinches, not like in the spoon. If you use it in more quantity, you will sleep permanently. So use in the small pinches only. Even if you are giving for babies, take some milk or honey you can have. You can see in the shoots, there are some fruits are there. This is the green cardamom. Oh, very good. Actually, right now it's not ready. You need to plug and dry it in the sunlight. The outer husk of the green cardamom you can use for memory sharpening. Basmati. If you have the plain rice, you know, you have to take the leaves and that one you have to boil it in the hot water. So as a basmati, you can use this one. You will get the flavor of the basmati rice. It is known as Annapurna. Is that the people they grow it in their garden and something is the same one? Maybe this one Because only. this kind of Basmati rice. Yeah, basmati. Basmati rice. Annapurna. Annapurna. లేదు లేదు കറക്റ്റ് നാട്ടിൽ പോയ പോലെ ഉണ്ട്. കൊച്ചിൻ്റെ മിസ്സായോ? നമ്മൾ വീട്ടിൽ പറമ്പിലൊക്കെ നടക്കുന്ന അതേപോലെ ഫീൽ ചെയ്യും. the garden on the other side, right? The black one which they will extract the oil. If you want to buy the clothes, just go for the brown one. Clove oil you can use if you have mosquito, it is very strong. Just take like 1 liter of bottle, put like 2-3 drops of clove oil and spray into the corner. While mopping also you can add clove oil. So for if you have pain in your teeth, you take one cotton, put 1 drop and that cotton you have to put it here for the pain. Cannot take it inside that saliva, you have to throw it outside because it will burn your mouth. If you are putting 1 clove also, your mouth getting started little bit burn. So you need to throw it out. For harvesting, we cannot climb on this tree. It is very thin, so we need to put 1 clove down and shake the tree. All the bunch will fall down, so because it will come in the green in color first, and after drying only the color will change. Is it The green cardamom, whole clove, with this cinnamon. സാഫ്രോൺ സെക്കൻഡ് എന്താ പറഞ്ഞ സിനമൺ. Completed more than 100 years, and if you want to know the age, you can count the rings. 2 rings makes 1 year to grow. These are all the roots. You can see the naturally face from here. The mouth you can see, the eyes and the nose. From the coconut tree we can use every part, like even the oil you will get. We have then you will get feni, and the last drop you will get, you know, that is called nira. That you will get in the season only. While making cake or ice cream. എക്സ്പെൻസീവ്. So the first expensive spice is saffron, grown in Kashmir. First flower of vanilla you will get Hello, after vanilla ice cream 3 years. Manathoka. Looks like a orchid only, and this is the vanilla climber. Vanilla is the not tree or flavor, it's a climber. This one, first it comes in green and it will turn into yellow. We have to do the harvesting, we have to boil it in the hot water for 30 seconds, and then we have to keep it for sweating for 48 hours. The process is very long. After that we have to dry it in the sunlight for 45 days, and then the pod will become like this. After that, if you want to prepare some sweet item at your home, you can take little piece of this and just slit it from the center. You will get some black color seeds inside. These seeds you can put inside the sugar for 10 to 15 days. If you are taking 5 kg sugar, keep it for 10 days. If you are taking 10 kg sugar, keep it for 15 days. All sugar will give you vanilla flavor. So as a vanilla flavor, you can use this sugar. And most of the vanilla productions you will get in the Madagascar. Whole pod you can use for 4 years also. Just wrap it nicely if you are using half part. The rest part you can just wrap it with the butter paper and keep inside the refrigerator. Nothing will happen. You can use it again for 4 years. Yeah. എങ്ങനെയുണ്ട് ഐസ്ക്രീം അത് ഐസ്ക്രീം? ഐസ്ക്രീം അത് വെച്ചിട്ടല്ലേ ഉണ്ടാക്കണം?
ഐസ്ക്രീം അത് വെച്ചിട്ടല്ലേ ഉണ്ടാക്കണം, വാനില വാനില ഐസ്ക്രീമോ? ഐസ്ക്രീം അത് വെച്ചിട്ടാണ് ഉണ്ടാക്കാന്ന്. In a tight container, you can just cut it into pieces. So here we end with our tour. Thank you so much for coming, and I hope you enjoy my tour also. This is the spring water, and there is lavender oil, like 1 or 2 drops you can add while taking shower also, if you want to feel fresh. And while coming at your home, if you are not getting proper sleep, you can take like 1 or 2 drop, puts on your pillow, or 1 drop on your headache as a migraine also you can use. This water I will pour on your spinal just to feel relaxed if you feel tired. Okay. Come by one and time. Okay. Stand straight. Huh? It is for the relaxation. Not all wet now. Back pain. It's okay. Nice. In the therapy also you will get the massage with the oil. You can use this oil. Relief oil kada needle. Go for today. That's it. Right? Okay. You need one more time? Thank you. So we have our spice shop. You can buy the spices. Okay. Everyone finish your lunch? Yeah. Okay. You want to try feeling Samata? Samantha. What? And on your YouTube channel, Lisha Nair. Nisha Nayak. Yes. And I'm just started now. Okay. NAYAK. I will show you. NAIR. NAIR. I Yes. heard Nayak. Not like. Make a cup syrup. Okay. If you want to drink in more quantity, you can add limca or soda. Okay, okay. It will make you drunk. The biggest shots. ഫെനിയാണ് ഗൈസ്, ഫെനി. ചിയേഴ്സ്. പറഞ്ഞു സ്മെല്ല് അതാ ഫെനി പറഞ്ഞ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഞാൻ ഫെനിയെ അപമാനിച്ചതല്ല കേട്ടോ. ഞങ്ങൾ ടീ ടോട്ടലേഴ്സാണ്. ഞങ്ങൾക്ക് ഡ്രിങ്ക്സിനോട് താല്പര്യമില്ല. ഇത് കഴിക്കുന്നവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാം, പക്ഷേ എനിക്കിതിൻ്റെ ടേസ്റ്റ് എന്തോ ഒരു ഈ ചുമയ്ക്കൊക്കെ ഉള്ള സിറപ്പ് കഴിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, രതിശേരനും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ പക്ഷേ ഗോവ വരെ വന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയണ്ടല്ലേ. സ്പൈസസിൻ്റെ ഫാം വിസിറ്റ് ചെയ്തിട്ട് എന്ത് ഫീൽ ചെയ്തു? എന്താ തോന്നിയത്? നാട്ടിലത്തെ കാട് പോലെ. അതെ അല്ലേ, ശരിക്കും നാട് പോലെ തോന്നിയില്ലേ? എനിക്ക് കറക്റ്റ് നമ്മൾ നാട്ടിൽ കൂടെ നടന്നതും കറക്റ്റ് നാട് അല്ലേ. ഞാനും എന്താ ഫീൽ ചെയ്തത്? കാട്. ഞാൻ കാട്. കാടാണോ? കാട് പോലെ തോന്നി. ഇതെന്താ? ഇത് ഇവരുടെ തന്നെ സ്പൈസസ് ഷോപ്പാണ് കേട്ടോ. ഈ ഫാമിൽ ഇവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന പ്രൊഡക്ട്സ് വെച്ചിട്ട് ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഇവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് കേട്ടോ. ഇത് മൊത്തം നല്ല പ്രൊഡക്ട്സാണ് എല്ലാം. വലിയ മായം കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാം പ്യുവറായിട്ടുള്ള സാധനങ്ങളാണ്. ഡയറക്റ്റ് ഫാമിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ടല്ലോ. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. വാട്സപ്പ് ത്രൂ ഇവർക്ക് വേണമെങ്കിൽ ഓർഡേഴ്സ് കൊടുക്കാം കേട്ടോ. നമുക്ക് വാട്സപ്പ് നമ്പർ അവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ വാങ്ങിച്ച പ്രോഡക്റ്റ്സൊക്കെ ഞങ്ങൾ കുറച്ച് ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഐറ്റംസാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫാം വിസിറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരികയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു സൂത്തിങ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ. നമുക്ക് കേരളൈറ്റ്സിന് ഇതിനകത്ത് ഇപ്പോൾ വലിയൊരു അത്ഭുതമൊന്നും തോന്നാനില്ല. കാരണം നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ്. നമ്മളെ പറമ്പിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നാട്ടിൽ പോയൊരു ഫീല്, നാട്ടിൽ പോയി വന്ന പോലെ തോന്നുന്നു. മക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഏലംകുളത്ത് പോയ പോലെ ഉണ്ട്. എന്താണെങ്കിലും ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ.